ഹായ്, ഇന്ന് നമ്മൾ ചെയ്യുന്നത് കടലക്കറിയുടെ റെസിപ്പിയാണ്. തേങ്ങയോ കടലയോ ഒന്നും അരച്ച് ചേർക്കാതെ നല്ല കുറുകിയ ചാറോടുകൂടി ഇറച്ചിക്കറിയുടെ രുചിയിൽ ഇതെങ്ങനെയാണ് തയ്യാറാക്കുന്നതെന്ന് നോക്കാം. വെളുത്തുള്ളി ഒരു 9-10 എണ്ണം വേണം. ഒരു ബൾബ് ഫുള്ളായിട്ട് എടുത്തിട്ടുണ്ട്. പിന്നെ ഇതിലേക്ക് വേണ്ടത് ഇഞ്ചിയാണ്. ഇതൊരു ചെറിയ കഷ്ണങ്ങളായിട്ട് ഞാനൊന്ന് അരിഞ്ഞെടുത്തിട്ടുണ്ട്. പിന്നെ 1 ടേബിൾ സ്പൂണിനടുത്ത് വലിയ ജീരകം ഫെനൽ സീഡാണ്. ഒരു 1/4 ടേബിൾ സ്പൂണിനടുത്ത് ഗ്രാമ്പു, കറുവാപ്പട്ട, പിന്നെ ഏലക്ക ഒരു 4-5 എണ്ണം എടുത്തിട്ടുണ്ട്. ഇത്രയും നല്ലതുപോലെ ഒന്ന് ക്രഷ് ചെയ്തെടുക്കണം. പിന്നെ വേണ്ടത് ഒരു 2 കപ്പ് കടല ഞാൻ വെള്ളത്തിലിട്ടിട്ടുണ്ട്. അപ്പോൾ ഇതൊന്ന് ഓവർനൈറ്റ് സോക്ക് ചെയ്ത് വെച്ചിട്ടുള്ളതാണ്. പിന്നെ ഒരു കുക്കറിലേക്ക് ഒരു 2 ടേബിൾ സ്പൂണിനടുത്ത് സൺഫ്ലവർ ഓയിലാണ് ഒഴിച്ചിട്ടുള്ളത്. അതിലേക്ക് കടുകിട്ട് പൊട്ടിച്ച് പിന്നെ ഒരു 1-2 തണ്ട് കറിവേപ്പില ഇട്ട് അതിലേക്കൊരു 2 മീഡിയം സൈസ് സവാള ഒന്ന് അരിഞ്ഞെടുത്തിട്ടുള്ളതാണ്. ഇതിട്ട് ആവശ്യത്തിന് ഉപ്പും ചേർത്ത് ഇതൊന്ന് വഴറ്റി കൊടുക്കാം. പുട്ട്, ഇടിയപ്പം, അതുപോലെ തന്നെ അപ്പം, ചപ്പാത്തി ഇതിൻ്റെ കൂടെയൊക്കെ നല്ലൊരു കോമ്പിനേഷനാണ്. ഇനി ഇതിലേക്ക് നമ്മൾ ചതച്ചെടുത്ത് വെച്ചിരിക്കുന്ന ആ ഒരു കൂട്ടുണ്ടല്ലോ, അതും കൂടെ ഇതിലേക്ക് നമുക്ക് ചേർക്കേണ്ടതായിട്ടുണ്ട്. ഇതും കൂടെ ചേർത്ത് ഇതിനെയൊക്കെ ഒരു പച്ച മണം ഒന്ന് മാറുന്നത് വരെ നല്ലതുപോലെ ഇതൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കാം. മില്ലറ്റ് വെച്ചിട്ടുള്ള 3 റെസിപ്പീസ് നമ്മൾ ഇതിനോടകം ചെയ്തിട്ടുണ്ട്. അപ്പോൾ ആരെങ്കിലും കാണാത്തവരുണ്ടെങ്കിൽ കാണുക. റാഗി ഇഡ്ഡലി, അതുപോലെ തന്നെ പ്രോസോ മില്ലറ്റ് ഇഡ്ഡലി, പിന്നെ ജോവർ ദോശ. അപ്പോൾ ഇത് മസാലയൊക്കെ ഒരുവിധം ഒന്ന് വഴണ്ട് വന്നിട്ടുണ്ട്. ഇനി ഇതിലേക്ക് നമുക്ക് പൊടികൾ ചേർത്ത് കൊടുക്കണം. അപ്പോൾ അതിനായിട്ട് ഞാനൊരു 1/4 ടേബിൾ സ്പൂൺ അളവിൽ മഞ്ഞൾപ്പൊടി, പിന്നെ ഒരു 2-2.5 ടേബിൾ സ്പൂൺ അളവിൽ മുളക് പൊടിയാണ് ചേർക്കുന്നത്. മല്ലിപ്പൊടി ഒരു 1.5 ടേബിൾ സ്പൂണിനടുത്ത് ചേർക്കുന്നുണ്ട്. അപ്പോൾ നിങ്ങളുടെ കയ്യിലുള്ള മുളക് പൊടിയുടെ എരിവ് അനുസരിച്ചിട്ട് ചേർക്കുക. മുളക് പൊടിയുടെ പച്ചമണമൊക്കെ ഒന്ന് മാറുന്ന വരെ ഇത് നല്ലതുപോലെ ഒന്ന് മിക്സ് ചെയ്തതിന് ശേഷം ഇതിലേക്ക് ഒരു ചെറിയൊരു തക്കാളി ഞാനിതിലേക്ക് ചേർക്കുന്നുണ്ട്. അപ്പോൾ ഇതിന് കൂടുതലായിട്ട് ഉടഞ്ഞു വരാനൊന്നും വെയിറ്റ് ചെയ്യേണ്ട ആവശ്യമില്ല. കാരണം നമുക്ക് കടലയ്ക്ക് കുക്ക് ചെയ്യേണ്ട ടൈം ഉള്ളത് കൊണ്ട് ഇതെല്ലാം കൂടെ മിക്സ് ചെയ്തിട്ട് ഒരു കുറച്ച് സമയം ഒരു 5 മിനിറ്റ് ഒന്ന് വെയിറ്റ് ചെയ്തതിന് ശേഷം ഇതിലേക്ക് ആവശ്യത്തിനുള്ള വെള്ളവും ഒഴിച്ച് കുക്ക് ചെയ്തെടുക്കാം. ഞാനൊരു 6-7 വിസിൽ വരെ അടിക്കാറുണ്ട്. അപ്പോൾ നിങ്ങളുടെ കയ്യിലുള്ള കുക്കറിനനുസരിച്ച് നോക്കിയിട്ട് ചെയ്യാം. അപ്പോൾ കറി ഇവിടെ റെഡി ആയിട്ടുണ്ട്. ഇപ്പോൾ ഇതിലേക്ക് ഉപ്പ് ആവശ്യത്തിന് നോക്കിയിട്ട് വീണ്ടും ചേർത്ത് കൊടുക്കണം. നമ്മുടെ ചാനൽ ആദ്യമായിട്ട് കാണുന്ന ആരെങ്കിലും ഉണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക. അപ്പോൾ താങ്ക്സ് ഫോർ വാച്ചിങ്.